ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് 8ാം മാസത്തെ സ്കാനിങ്ങും അതേപോലെ തന്നെ ചെക്കപ്പ് ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ കുട്ടി വിശേഷങ്ങളും അതേപോലെ തന്നെ ഡോക്ടർ എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്, എന്നാണ് നമുക്ക് അഡ്മിഷന്റെ ഡേറ്റ് കിട്ടിയെന്നൊക്കെ ഉള്ളത് നോക്കാം കേട്ടോ. അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ അടുത്ത ദിവസമായിട്ടാണ് വീഡിയോ എടുക്കണത്. കാരണം അന്ന് നമുക്ക് കാലത്തും അതേപോലെ തന്നെ വൈകിട്ടൊന്നും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാലത്താണെങ്കിൽ നമ്മൾ നേരത്തെ പോവുകയും ചെയ്തു, അതേപോലെ തന്നെ വൈകിട്ടാണെങ്കിൽ നേരം വൈകിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷനോ അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസമായിട്ട് ഇതേപോലെ ഇൻട്രൊഡക്ഷനും പിന്നെ നമ്മുടെ ബാക്കി എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കാനിങ് ഉണ്ടായിരുന്നത് 12 മണിക്കാണ്. പിന്നെ വേറെ കുറച്ച് സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് നേരത്തെ ഇറങ്ങിയെന്നുള്ളൂ. ബസ്സിൽ ഇങ്ങനെ പോണ സമയത്താണ് കേട്ടോ ഓരോ വീടിന്റെ മുറ്റത്തും അതേപോലെ തന്നെ പറമ്പിലൊക്കെ ഫുള്ളായിട്ട് ഇതേപോലെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, എന്ന കാര്യമായിട്ട് വല്ല വെയിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴയില്ലാത്തത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കേട്ടോ തോന്നിയത്. ഞാൻ അങ്ങനെ പോണ സമയത്താണ് കേട്ടോ റോഡിലൊക്കെയാണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലോക്കും കാര്യങ്ങളായിരുന്നു. പിന്നെ ഒരു 12:15 ആകുമ്പോഴത്തേന് നമ്മൾ സ്കാനിങ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുന്നംകുളത്ത് ഈ ഒരു മദേഴ്സ് ക്ലിനിക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെല്ലണ നേരത്ത് കുറച്ചധികം ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഡോക്ടർ വരാൻ കുറച്ച് ലേറ്റ് ആവുന്നതാണ് കേട്ടോ അവർ എത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവർ നമ്മുടെ പഴയ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും അതേപോലെ തന്നെ ഡോക്ടർ എഴുതി തന്ന ആ ഒരു സ്ലിപ്പൊക്കെ ആദ്യം ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്തു കൊടുത്തു. പിന്നെ ഇവിടെ ഇവർ തന്നെയാണ് കേട്ടോ ഫോമൊക്കെ ഫില്ല് ചെയ്യുക, നമ്മൾ സൈൻ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തന്നെ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ ഫോമൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഡോക്ടർ വരാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കാനിങ്ങിനായിട്ട്. അപ്പോൾ നേരം കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു ബേക്കറിയിലേക്ക് പോയിട്ടോ. അപ്പോൾ ഡോക്ടർ വരെ എന്തായാലും കുറച്ച് സമയമാവുമല്ലോ. അപ്പോൾ ആ നേരം കൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ 2 ഇതേപോലത്തെ സ്നാക്സാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ ഫുള്ളായിട്ട് ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ്ങും കാര്യങ്ങളും ഉള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ ഞാൻ വേറെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫുള്ളായിട്ട് ചിക്കൻ തന്നെയാണ്, പക്ഷെ കൂടുതലായിട്ടും മയോണൈസാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് മയോണൈസ് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞങ്ങൾ ഒരു ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ നേരം വൈകിട്ടല്ലേ വരികയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ സാവധാനമാണ് കേട്ടോ കുടിച്ചതും. അതേപോലെ തന്നെ മോള് ദേ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഈ ഒരു സ്നാക്ക് അധികം കഴിക്കാനായിട്ട് ഇരുന്നില്ല കേട്ടോ. കാരണം ബാക്കി മോൾ തന്നെയാണ് കേട്ടോ കഴിച്ചത്. കാരണം അതിൽ നന്നായിട്ട് മയോണൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരുന്നെങ്കിലും പക്ഷേ ഞങ്ങൾ ഇത് കഴിച്ച് എത്തുമ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തലും എൻ്റെ നമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നമ്പർ 4 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ വിളിക്കലും അതേപോലെ തന്നെ സ്കാനിങ് കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് റിപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം നമുക്ക് ബില്ലൊക്കെ തന്നു. ബില്ലടച്ചതിന് ശേഷം നമ്മുടെ പഴയ റിപ്പോർട്ടും കാര്യങ്ങളും തന്നു. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് തന്നു കേട്ടോ. സ്കാനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇനി ഡോക്ടറിനെ കാണാനായിട്ട് പോകേണ്ടത് 4 മണിക്കാണ്. അപ്പം അത്രയും സമയമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നടന്നു. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് മോൾക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നേരെ പോയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു നായർ ഹോട്ടലിലേക്കാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇന്ന് 3:30 ആകുമ്പോഴത്തേന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ട് 4 മണി 4:30 ആകുമ്പോഴാണ് കേട്ടോ ഇന്ന് ഡോക്ടർ എത്താറുള്ളത്. പക്ഷേ ഇന്ന് എന്തോ നേരത്തെ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നു. പേഷ്യൻസും അതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ മെഡിക്കൽ റെപ്പുമാരെ കയറ്റിയതിന് ശേഷമാണ് കേട്ടോ പേഷ്യൻസിനൊക്കെ നോക്കാറ്. അപ്പോൾ ഞങ്ങളുടെ നോക്കിക്കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ ഇതിനെ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇതേ ബസ്സിനായിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അവനെ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ബസ് കിട്ടിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഇനി നമുക്ക് സ്കാനിങ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് എനിക്കിപ്പോൾ 35 ആഴ്ചയും അതേപോലെ തന്നെ 3 ദിവസം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഉണ്ണിയുടെ ഹാർട്ട് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് 152 കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉണ്ണിയുടെ മൂവ്മെന്റ്സ് ആയാലും അതേപോലെ തന്നെ ഉണ്ണി കിടക്കുന്ന വിധമായാലും ഒക്കെ നോർമൽ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. വെള്ളത്തിന്റെ അളവായാലും ഇപ്പോൾ നോർമൽ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.
പിന്നെ ഉണ്ണിയുടെ വെയിറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു 5 ആഴ്ച കൊണ്ട് നമുക്ക് 1 കിലോയിലും മേലെയായിട്ട് ഉണ്ണിയുടെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നോർമൽ ആണെന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളോട് 2 ആഴ്ച കഴിഞ്ഞിട്ട്, അതായത് കറക്റ്റ് ജൂൺ 16-ാം തീയതി ഒക്കെ ആയിട്ടാണ് നമ്മളോട് ചെക്കപ്പിനായിട്ട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. അവിടെ വെച്ചിട്ട് PV ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് ഇനി അഡ്മിഷന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ സ്കാനിങ്ങിന് പോണ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സ്കാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടി ഡോക്ടറുടെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സമാധാനമായിട്ടുണ്ടായിരുന്നത്. കാരണം വെയിറ്റ് കുറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് ആശ്വാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിലും ആരെങ്കിലും ഒക്കെ ഡെലിവറി ഡേറ്റ് അടുത്തിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.